ഹായ് ഗായ്സ്, ഇപ്പോൾ കടൽത്തോണിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറിയൊരു പൊതുവഭിപ്രായം തേടാൻ വേണ്ടി പോവുകയാണ്. ലോകം അവസാനിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ആൾക്കാരുടെ അഭിപ്രായം എന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ കണ്ടറിയാവുന്നതാണ്. വാ, വീട്ടിലേക്ക് പോകാം. ലോകം അവസാനിക്കാൻ പോവുകയാണ്, എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചാ അവസാനം നമ്മള് അടിച്ചു പൊളിച്ചിട്ട് പോവാ, അത്രേ ഉള്ളു. എങ്ങനെ അടിച്ചു വിളിക്കുന്നത്? എങ്ങനെയൊന്ന് ചോദിച്ചാ ആരെയൊക്കെ മേടിച്ചടിച്ച് എങ്ങനെ? അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിക്കുക, പിന്നെ എല്ലാം നമ്മുടെ വൈഫും ഫാമിലിയായിട്ട് അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളു. അത്രേ ഉള്ളല്ലേ? വേറെ ഒന്നുമില്ല. ഞാനോ? ഞാൻ നിറച്ച് ഫുഡ്, എനിക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഓടി നടന്ന് കഴിക്കും. പിന്നെ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങും. അതൊക്കെ തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്തോ ചെയ്യാനാ, പെട്ടെന്നല്ലേ അവസാനിക്കുന്നത്. പിന്നെ അതിൽ കൂടുതൽ എന്തോ ചെയ്യാനാ? ഇഷ്ടമുള്ള കാര്യം അത് രണ്ടുവാ. ബിരിയാണി, മുട്ട, പപ്പടം, ചള്ളാസം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. ഒരു ഹാഫ് ബിരിയാണി മാക്സിമം, അത്രേ ഉള്ളൂ. ഇല്ലില്ല, അതൊക്കെ ഉണ്ട്. എന്നാലും ചുരുങ്ങിയ സമയം ഉള്ളെങ്കിൽ ഇതായിരിക്കും. അതെ, ഫുഡ്. ഓക്കെ. അവസാനത്തെ ആഗ്രഹം ഒരു കുതിര എടുക്കണം. ഒരു കുതിര എടുക്കണം. കുതിര എടുക്കണം. എടുക്കണം, അതിനെ നോക്കണമെന്നുണ്ട്. അങ്ങനെ ഒരാഗ്രഹമുണ്ട്. പിന്നെ ലോകം നാളെ അവസാനിക്കല്ലോ. കുതിര എടുത്തിട്ട് ഇന്ന് മാത്രം ഒരു ദിവസം നോക്കാൻ പറ്റത്തുള്ളൂ. കുതിര ഒരു ദിവസമായാലും നോക്കിയാൽ മതി. വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ട്? വേറെ ആഗ്രഹമുണ്ട്, എന്തുവാ, കല്യാണം കഴിക്കണം ലോകം അവസാനിക്കുന്നതിന് മുമ്പ്. ഒരു കല്യാണം കിട്ടണല്ലേ? ലൈൻ ഉണ്ടോ എനിക്ക്? പറഞ്ഞു. ഇപ്പൊ ലൈൻ ഉണ്ട്. ലൈനെ കെട്ടണോ വേറെ പെണ്ണിനെ കെട്ടണോ? ലൈനെ കെട്ടണല്ലേ? ഓക്കെ, ശരി. ഇല്ല, എനിക്ക് അത്യാവശ്യം പുറത്ത് ഒരു വീട് വെക്കണം, അത്രേ ഉള്ളൂ. ചിലപ്പോ നാളെ ആയിരിക്കും അവസാനിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് വീട് വയ്ക്കാൻ പറ്റും. നാളെ അവസാനിക്കും, വീട് വെച്ചിട്ട് കാര്യമില്ല. നാളെ അവസാനിക്കും, പിന്നെ വീട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? എനിക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം, അത്രേ ഉള്ളൂ. ലൈഫ് മൊത്തം ഞാനിപ്പം പൊതുവെ അങ്ങനെ ഇതാവാത്ത ഒരാളാണ്. അങ്ങനെ വെളിയിലൊന്നും പോകാത്ത ആളാണ്. കുറെ കൂടെ ഒക്കെ ഒന്ന് വെളി രാജ്യങ്ങളിലൊക്കെ പോകണമല്ലേ? അതൊരു ദിവസം കൊണ്ട് പോകാൻ പറ്റുന്ന തമിഴ്നാടൊക്കെ എന്തിന് മണ്ടനോ, വെളി രാജ്യങ്ങളോട്ടല്ലേ പോകേണ്ടത്? രാജ്യങ്ങളെ പോണം. മഹാരാഷ്ട്രയൊക്കെ, UK ഉണ്ടല്ലോ, അവിടോട്ടൊക്കെ പോകണം ഭയങ്കര ആഗ്രഹം. പിന്നെ അവിടെ പോയിട്ട് എന്തെടുക്കാനാ? അവിടെ പോയിട്ട് കാണണം. എനിക്ക് മഞ്ഞുള്ള സ്ഥലത്ത് പോയാൽ മതി. കാശ്മീർ പോയപ്പോ? ഇല്ല, എനിക്ക് UK മഞ്ഞാ വേണ്ടത്. എനിക്ക് UK മഞ്ഞാ വേണ്ടത്. ശരി. ആഗ്രഹം എന്ന് പറയപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ എന്തോ എല്ലാരും പറയുന്ന പോലെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തുവാ, പെണ്ണില്ലാത്ത പത്ത് പെണ്ണ് വേണമെന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. പിന്നെ കല്യാണം കഴിക്കണമെന്നോ? അതോ എൻജോയ് ഒരു അങ്ങനെ ഒരു മൊമെന്റ് കേട്ടോ, അങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല. അതിന്റെ അത് ലൈൻ കിട്ടിയിട്ടില്ലല്ലേ ബ്രോ? ഇല്ല, കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ നിൽക്കണമെന്നല്ലേ? പിന്നെ മാക്സിമം കുടുംബത്തെ ഒന്ന്, ഇപ്പൊ എത്രത്തോളം ടൈം ഇപ്പൊ കിട്ടും അത്രത്തോളം മാക്സിമം കുടുംബത്തുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മാക്സിമം അവരെ സന്തോഷപ്പെടുത്തുക എന്നുള്ളൊരു ഇതുണ്ട്. ലൈനെ സന്തോഷപ്പെടുത്തണ്ടേ? അതിപ്പോ കിട്ടും കാര്യമില്ലല്ലോ, ഒരു ദിവസം കിട്ടുന്ന കാര്യമില്ലല്ലോ. മാക്സിമം ഫാമിലി ഒന്ന് എന്റർടൈൻ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് സന്തോഷപ്പെട്ട് ജീവിക്കുക, അതാണ്. ഒരു കാരണവശാലും ലോകം അവസാനിക്കുന്നില്ല. അല്ല, നമ്മള് ഒരു ഇമാജിനാണ്. ഇമാജിൻ ലോകം അവസാനം എന്ന് പറഞ്ഞാൽ സംഭവമില്ല. എവിടെങ്കിലൊക്കെ ഇതേണൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ സംഭവിച്ച് കുറെ മനുഷ്യരൊക്കെ നഷ്ടപ്പെട്ടു പോകും. അല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യുക, അപ്പൊ അവസാനിക്കാൻ പോവുക. അപ്പൊ ഇതിന്റെ അവസാനത്തെ ആഗ്രഹം എന്തായിരിക്കും? അങ്ങനെ ഒരു അവസാനം ആഗ്രഹമൊന്നുമില്ല. ആഗ്രഹിക്കാത്ത മനുഷ്യരില്ലല്ലോ ഇപ്പം. ഒന്നുമില്ല, നമുക്കെല്ലാം എല്ലാ മനുഷ്യരും നല്ല രീതി, എല്ലാവരും. ചേട്ടന്റെ ആഗ്രഹം എന്താണ്? എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ലോക സംസാ സുഖനോ ഭവന്തു, എല്ലാവരും നല്ല രീതിയിൽ, ഇത്രയേ ഉള്ളൂ. എല്ലാരും നല്ല രീതി ജീവിക്കണം. അവസാനിക്കുമ്പോ ഇങ്ങനെ നല്ല രീതി ജീവിക്കും. അവസാനിക്കാൻ പോകല്ലേ? ഇപ്പൊ നാളെ അവസാനിക്കുക, ഒരു ദിവസം ഉള്ളു. അപ്പൊ എന്ത് ചെയ്യും ചേട്ടൻ? ഒരു ദിവസം ഉണ്ടായാലും എല്ലാവരും ബാക്കിയുള്ളവരും അതേപോലെ രക്ഷപ്പെടട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. ചത്തുപോട്ടെ, ചത്തുപോട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകം അവസാനിച്ചിട്ടില്ലേ? പിന്നെ അങ്ങനെ പറയത്തുള്ളൂ. നമ്മള് മരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പറയത്തുള്ളൂ. ഒരു നല്ലൊരു കാറ് മേടിക്കണം. നല്ലൊരു കാറ് മേടിക്കണം. എന്നിട്ട് അതൊക്കെ കല്യാണം കഴിക്കും. എന്നിട്ട് കാറിനകത്ത് പെണ്ണിനെ കയറ്റി കറങ്ങണം. അതല്ലേ? വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? കൊച്ചുണ്ടാവണം, അങ്ങനെ വല്ല ഉണ്ടോ? വേണ്ടല്ലേ? ഈ പാട്ട് ഇങ്ങനെ പെണ്ണുമ്പിളായിട്ട് കറങ്ങണം. എന്നാലും ചുമ്മാ പറ.
ആ എല്ലാവരുമായിട്ട് ഫ്രണ്ട്സും ഫാമിലീസും എല്ലാം കൂടെ ഒരുമിച്ച് ഇരുന്ന് ഒരു 5 മിനിറ്റ് കാര്യം പറയണം. എന്ത് കാര്യം പറയുന്നത്? എല്ലാ ജീവിതത്തിൽ നടന്നതും ഫുൾ കാര്യം പറയണം. അല്ല വേറൊന്നും ഇല്ല, എന്തെങ്കിലും കഴിക്കണം എന്നോ അല്ലെങ്കിൽ ഒന്നുമില്ല എവിടെയെങ്കിലും പോകണോ? ഒന്നുമില്ല, ഇവരെല്ലാവരും ഒരുമിച്ച്. ഇത് മാത്രം മതിയല്ലേ? പ്രത്യേകിച്ച് ആഗ്രഹമല്ല, നമ്മള് എന്താ ഇങ്ങനെ ഈ സ്മൈലോടുകൂടി തന്നെ ആ ഒരു സ്മൈൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ചിരിച്ചോണ്ട് ചിരിച്ചുകൊണ്ടുള്ള ഒരു അവസാനിച്ച് പോകണമെന്നാണ്. എപ്പോഴും ലൈഫ് ഹാപ്പി ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ആ എപ്പോഴും നമ്മുടെ മുഖത്ത് ആ ഒരു പ്ലസന്റ് ഉണ്ടായിരിക്കണം. അതേ ഉള്ള ലോകം മൊത്തം ഒന്ന് ചുറ്റി കാണണം, ഫുള്ളായിട്ട് ഏതിലോ അങ്ങനെ ഭൂമി മൊത്തം ഭൂമി മൊത്തം എവിടെയൊക്കെ പോകാനാ മെയിനായിട്ട് ആഗ്രഹം? എല്ലായിടത്തും പോണം. എല്ലായിടത്തും നമ്മൾ കാണാൻ ഇനി ഒരുപാടില്ലേ, അപ്പൊ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് എല്ലാം കാണണം. അങ്ങനെ ഇനി വേറെ വല്ലതും ഉണ്ടോ? അത് മാത്രമേ ഉള്ളൂ. അടിപൊളിയായിട്ട് മരിക്കണം. മരിക്കുമ്പോ എന്തായാലും നല്ല സെറ്റായിട്ട്, അങ്ങനല്ല, മൊത്തത്തിൽ നമ്മൾ സെറ്റ് ആയിരിക്കണം. ഫുൾ എൻജോയ് ചെയ്ത് എല്ലാം ഇതാക്കിയിട്ട്. അവസാനത്തെ ആഗ്രഹങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലോകം മുഴുവൻ ചുറ്റി കാണണം. പിന്നെ നമ്മുടെ പാരന്റ്സ് ഉണ്ടല്ലോ, അവരെ നല്ല രീതിയിലാക്കി, ഇപ്പം അവര് നമുക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അവരെ നന്നാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആക്കിയിട്ട് ഭരിക്കുവാണെങ്കിൽ നല്ലതാ. പിന്നെ ആ സമയത്ത് നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം ഒരുമിച്ച് കൂടെ കാണാം. പാരന്റ്സ് ആണേലും എല്ലാരും വേണം, എല്ലാരും കൂടെ വേണം. പിന്നെന്താ, ഫുള്ള് ട്രാവൽ ചെയ്ത് എൻജോയ് ചെയ്ത്. അതെ, ശരി. സ്ഥാനത്ത് ആഗ്രഹം എന്തോ ട്രാവൽ ചെയ്യണമെന്നുണ്ട്. ശരിക്കും ട്രാവൽ ചെയ്യണം, പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ പോകണം, കാണണം. മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ എൻജോയ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. വേറെന്തെങ്കിലും ഉണ്ടോ? അതെന്തുവാ, അത് മാത്രമേ ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യണം, അതേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ പറയുന്ന ഈ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതെല്ലാം ഒന്ന് കാണാൻ പറ്റണം, അത്രേ ഉള്ളൂ. പറക്കാനുള്ള കഴിവ് കിട്ടിയായിരുന്നെങ്കിൽ എല്ലാം സ്മൂത്തായിട്ട് കണ്ട് ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. ശരി. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫുഡ് കഴിക്കണം, കിടക്കണം, അതേ ഉള്ളൂ. ഫുഡ് കഴിച്ചിട്ട് കിടക്കുമ്പോഴത്തേക്ക് എഴുന്നേക്കുമ്പോ ലോകം കാണരുതല്ലേ? പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഇല്ല. അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ പ്ലെയിനിൽ കയറി പറക്കണം അങ്ങനൊന്നും ഇല്ല? എത്തി കാണണം, ഇല്ലില്ല. അങ്ങനൊന്നുമില്ല. ശരി, സമാധാനമായിട്ട് മരിക്കുക, അത്രേ ഉള്ളു. എങ്ങനെ സമാധാനമായിട്ട്? സമാധാനം ഇപ്പൊ നമ്മള് കടങ്ങളും ബാധ്യതകളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് മരിക്കുക, മരിച്ചു അത്രേ ഉള്ളു. മരിച്ചു ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ കടത്തിനും കാര്യത്തിനൊന്നും അതിനു മുമ്പ് കടങ്ങളൊക്കെ തീർത്ത് നമ്മൾ സമാധാനമാവുക, സമാധാനം റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഏത് സമയത്തും അവസാനിക്കും ഇങ്ങനെ പോയാല്. ഓക്കെ ഏട്ടാ, ശരി. എനിക്ക് അവസാനത്ത് ഒരു ആഗ്രഹം എന്ത് വന്നാലും സഹിക്കാൻ റെഡിയാണല്ലോ നമ്മള്. അല്ല, പ്രത്യേകിച്ച് നമുക്ക് എന്താ ആഗ്രഹം? ലോകം അവസാനിക്കുമ്പോൾ എല്ലാവരും അവസാനിക്കും. ഒരു പിന്നെ നമുക്ക് പ്രത്യേക പിന്നെ ആഗ്രഹം എന്തോ, ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം നശിക്കും. അവസാനമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹം? ഒരു ആഗ്രഹം, എനിക്ക് എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞ ചോറ് കഴിക്കണം, എല്ലാം കഴിഞ്ഞ, മക്കൾക്ക് ജോലിയായി, എല്ലാം കല്യാണം കഴിഞ്ഞു, ഓന് ജോലിയായി, എല്ലാ പരിപാടിയും കഴിഞ്ഞ, സുഖസ്വസ്ഥം, അത്രേ ഉള്ളല്ലേ? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഇല്ല. ഇപ്പം പറയാൻ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും തോന്നുന്നില്ല പെട്ടെന്ന്. നാളെ ആയിരിക്കും ചിലപ്പോ ലോകം അവസാനിക്കാൻ. അപ്പൊ ഇന്ന് കൊണ്ട് ചിലപ്പോ ചെയ്ത് തീർക്കാൻ പറ്റിയ അങ്ങനെ വല്ല ഉണ്ടോ, തോന്നുന്നുണ്ടോ? മേടിച്ച് കഴിക്കണമെന്നോ അല്ലെ ലൈനായിട്ട് കറങ്ങാൻ പോകണമെന്നോ? അല്ല, ഞാൻ ഓൾറെഡി മാരീഡ് ആണ്. ഞാൻ ഒരു PSC സ്റ്റുഡന്റ് ആണ്. എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതേ ഉള്ള ആഗ്രഹം. ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. എന്റെ കുടുംബത്തോടൊപ്പം എവിടെയാണെങ്കിലും കുടുംബത്തോടൊപ്പം ജീവിക്കാന്നുള്ള, എല്ലാരും കാണണം, മക്കളും ഭാര്യയും അച്ഛനും അമ്മയും എല്ലാരും. അവസാനിക്കാണ് എല്ലാവരും ഒന്നിച്ചങ്ങ് പോകണം. അത്രേ ഉള്ളൂ. അല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണല്ലോ, തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ അവരെ മിസ് ചെയ്തിട്ട് നമ്മൾ മാത്രമായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമല്ല. അതുകൊണ്ട് എല്ലാരും ഈ പറഞ്ഞ നമ്മുടെ പേരൻസും വൈഫും മക്കളും ഒക്കെ അടുത്തുണ്ടായിരിക്കണം ഒറ്റ ആഗ്രഹം. വേറെന്തെങ്കിലും ഉണ്ട്? അത് ഒരാഗ്രഹമില്ല, ഇത് തന്നെ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് കുറെ സ്ഥലങ്ങൾ കാണണമെന്നാണ് അവസാനത്തെ ആഗ്രഹം. കുറെ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ? അത് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? വേറെ പെട്ടെന്നൊന്നും മനസ്സിലോട്ട് വരുന്നില്ല.
ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല. കുറെ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ്. ഇല്ലില്ല. ഇതൊക്കെ തന്നെ എന്താണ് എന്താണ് ഞങ്ങൾക്ക് ഒരു ആഗ്രഹവും ഇല്ല. കർത്താവിന് നിത്യവെച്ചാണ്. ആ മാത്രമേ വേറെ ഒരാഗ്രഹവും ഇല്ല. ദൈവത്തിന്റെ അടുത്ത് ഇല്ലണോ മാത്രമാണ്. ഭക്ഷണം മാത്രമേ അല്ല ഭൂമിയിലുള്ള ആഗ്രഹം എന്താണ്? ഒരാഗ്രഹവും ഇല്ല. ആഗ്രഹം പോയാ മതി. ഇവിടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചല്ലേ? ഇല്ല. കുറെയൊക്കെ നടന്നു. പക്ഷെ അതല്ല ഈ ലോകത്തെക്കാൾ ഏറ്റവും വലിയ നിത്യതയാന്ന് ഞങ്ങൾക്കൊരു തോന്നുന്നില്ല. അതുകൊണ്ട് നിത്യവെച്ചത് ഞങ്ങൾക്ക് സന്തോഷം. ശരി, ഓക്കെ. അവസാനത്തെ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകണം. എവിടെ പോകണം? പുറത്തോട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയെന്ന് കറങ്ങുകയും രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീല്, പാരീസ് അവിടെയൊക്കെ പോകണമെന്നാണ് ആഗ്രഹം. എന്താണ് അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇല്ല ഇവിടെ ഒന്ന് കാണണം ഒക്കെ എന്നുണ്ട്. ആദ്യം നമ്മുടെ ഈ കേരളം ഒന്ന് കണ്ടിട്ട്, കൊല്ലം ജില്ല ഒന്ന് കണ്ടിട്ട്, ഞാൻ കൊല്ലം ജില്ലയിലുള്ള കൊല്ലം ജില്ലയിലൊന്ന് കണ്ടിട്ട് പിന്നെ പുറത്തോട്ടൊക്കെ പോകണം. വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? മാത്രമേ ഉള്ളല്ലേ? ലോകം അവസാനിക്കാൻ പോകുമ്പം പറ്റാവുന്ന സ്ഥലത്ത് എല്ലായിടത്തും പോകണം. പ്രത്യേകിച്ച് എനിക്ക് മെയിനായിട്ട് കൊണ്ടിട്ട് സ്വിറ്റ്സർലൻഡിൽ, അതാണ് എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ. പിന്നെ പോകുന്നിടത്തെല്ലാം വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഫുഡും കഴിക്കണം. പറ്റുന്ന പൈസ എല്ലാം ഉള്ള പൈസ എല്ലാം തീർക്കണം. ആഹാരം കഴിച്ച സ്ഥലമൊക്കെ കണ്ട് തീർക്കണം. പൈസ തീർത്തിട്ട് മരിക്കണം. മരിക്കണം. കൈ വെച്ചിട്ട് മരിക്കണം. കാര്യമൊന്നുമില്ലല്ലോ, കത്തുപോലില്ല. ബാങ്കിൽ ഇപ്പോഴും സീറോയാ. അല്ല എന്നാലും എല്ലാം തീർക്കണം. അങ്ങനെ വല്ലതും ഉണ്ടോ? വേറെ അങ്ങനെ ഒന്നുമില്ല. അച്ഛനമ്മയോട്ടെ കല്യാണം കഴിക്കാൻ പ്രായമായില്ല. എന്തായാലും അവസാനം നോക്കായിരുന്നു. അതെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കണം. പ്ലേസൊക്കെ ഫുള്ള് എല്ലാവരും ഒന്ന് കാണണം. മൊത്തം വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് ഫുള്ളൊന്ന് കറങ്ങണം. മൊത്തം ഈ സ്ഥലം ഫുള്ളൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കറങ്ങാൻ പോകുമ്പോ അവിടുത്തെ ഓരോ ട്രഡീഷണൽ ഫുഡ് കഴിക്കണമായിരുന്നു. ആദ്യം ഞാൻ എന്റെ സ്വന്തം കാര്യം കഴിഞ്ഞിട്ടുള്ളല്ലോ ബാക്കി കാര്യങ്ങളല്ലേ? ഇഷ്ടമുള്ള ഫുഡെല്ലാം തിന്നാൻ പറ്റണം. പിന്നെ എല്ലാം അത്രയ്ക്കുള്ള ആഗ്രഹം. വേറെന്തെങ്കിലും ചെറിയ ആഗ്രഹം ഉണ്ടോ? ഫുഡ് കഴിക്കുന്ന മാത്രമുള്ള ആഗ്രഹമായിട്ടുള്ളത്? ആ ഫുഡ് മസ്റ്റ്. ആദ്യം ഫുഡ്. വേറൊന്നുമില്ല. ഫാമിലി സേഫ് ആക്കണം അല്ലെങ്കിൽ അങ്ങനെ? ഫാമിലി സേഫ് ആക്കണം. പെട്ടെന്ന് മരിച്ചു പോവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നാലും വേറെന്തെങ്കിലും ആഗ്രഹങ്ങളാണ് അതിന്റെ? വേറെ ഫാമിലി സേഫ് ആക്കണം. പിന്നെ കുറെ ഫുഡ്, പല രാജ്യത്തെയും കുറെ ഫുഡൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹം. ആ അതെ, എല്ലാ രാജ്യത്തെയും ഫുഡ് കിട്ടിയാൽ നമ്മൾ ഒരുമിച്ച് ചെയ്ത് കഴിച്ചിട്ടേ രാത്തുള്ളൂ. പാമ്പറച്ചിയൊക്കെ അല്ലേ? പാമ്പറച്ചിയൊക്കെ കുഴപ്പമില്ല. ഇല്ല, സ്നേക്ക് വൈൻ ഇഷ്ടമാ. ഇല്ല, കുടിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുടിക്കണമെന്ന് പലതും ആഗ്രഹമുണ്ട്. അവസാനത്തെ ആഗ്രഹമോ? നല്ലൊരു കാർ എടുക്കണം. എന്നിട്ട് എവിടെ കൊണ്ടിടിച്ച് മരിക്കണം? അങ്ങനല്ല, ഇപ്പൊ നമ്മളൊരു കാർ എടുക്കുക, ബാക്കിയുള്ള മുന്നിൽ ഷോ കാണിക്കുക. എടുക്കണ്ടേ? എനിക്കൊരു ഞാനാണോ? മക്ലാറിൻ എടുക്കണം. മക്ലാറിൻ അറിയില്ല. വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? വേറെ എന്തുവാ, നല്ല രീതിയിൽ ജീവിക്കുക. ഇപ്പൊ എന്തുവാ, ഇപ്പൊ ഞാൻ കുറച്ച് താഴേന്നാ വന്നേ. അപ്പോ അമ്മ കുറെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ടാ വന്നേ. അപ്പൊ അമ്മയെ ഹാപ്പി ആക്കുക, നല്ല രീതിയിൽ ജീവിക്കുക. അത്രേ ഉള്ളു. അവസാനിക്കും. നാളെ അവസാനിക്കുമ്പോ ഒത്തിരി ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ദിവസമല്ലേ ഉള്ളു. ഇപ്പോ നാളെ പ്രത്യേകിച്ച് തന്നെ കറങ്ങുക. അത്രേ ഉള്ളു. അമ്മയെ സന്തോഷപ്പെടുത്തിരിക്കുന്നു. ഓക്കെ. അവസാന ലോകം മൊത്തം ചുറ്റി കാണണം. പിന്നെ വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? വേറെ അങ്ങനെ ആഗ്രഹം ഈ ചുറ്റി കാണണമെന്ന് മാത്രമേ ഉള്ളൂ? മൊത്തത്തിൽ കറങ്ങി നടക്കണം, ഫ്രീ ആയിട്ട് നടക്കണം. എല്ലാ ഫാമിലി രക്ഷപ്പെടുത്തുക അല്ല അങ്ങനൊന്നും? അങ്ങനെ അതാണല്ലോ മെയിനായിട്ടും. ലോകം അവസാനിക്കാൻ പോലെ രക്ഷപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവസാനിക്കാൻ പോണ അവസാനത്തെ ആഗ്രഹം വീട്ടുകാരെ നോക്കണം. നല്ലൊരു ജോലി വാങ്ങിച്ച് അതിനു മുന്നേ വീട്ടുകാരൊന്ന് സെറ്റാക്കി നല്ലൊരു രീതിയിൽ ഒരു കറക്കി ഉള്ളൊന്ന് ലോകം മൊത്തം ഒന്ന് സെറ്റപ്പ് ആക്കി കാണിച്ചിട്ട് തീരണമെന്നുള്ളത്. അല്ലെങ്കിൽ ഷോക്കായിപ്പോ ഇത്ര നാൾ ജീവിച്ചിട്ടൊരു അർത്ഥമില്ല. പിന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഒന്ന് അതേപോലെ എല്ലാവരും, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം അതേപോലെ തന്നെ. നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു ഇതായിപ്പോ മരിച്ചിട്ടൊന്നും അറിയത്തില്ല, എന്നാലും നമുക്കൊരു വിഷമമായി പോകും അവസാനം. പിന്നെ അത് അറിയുമല്ലോ അവസാനിക്കാൻ പോവാ. അതിന് മുന്നത്തെ ദിവസം അയ്യോ ഒന്നും ആഗ്രഹങ്ങളൊന്നും സാധിച്ചില്ല, കൂടെ ജീവിച്ച കൂടെ ഉള്ളവരുമായിട്ടും ഒന്ന് എൻജോയ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു ഇത് വരും. അപ്പം
ആ ഒരു ഫെയിൽ വരും. അപ്പൊ അതുകൊണ്ട് നേരത്തെ അതൊന്ന് ചെയ്ത് തീർക്കാന്നുള്ളത്. വേറെ വേറെ അങ്ങനൊന്നും ഇല്ല, അത്രേ ഉള്ളു. കൂടുതലൊക്കെ അടിച്ചു പൊളിച്ച് കഴിയുമ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇത് ഹാപ്പിയാണോ? ട്രിപ്പ് പോകണം, എവിടെ? അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും പോണം. എല്ലായിടത്തും എവിടൊക്കെയാണ്? ഓച്ചിറ അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും പോണം. എല്ലായിടത്തും വെച്ചാൽ എല്ലായിടത്തും. എല്ലായിടത്തും സ്ഥലപ്പേരൊക്കെ ഇല്ലേ? സ്ഥലപ്പേരൊന്നുമില്ല, എല്ലായിടത്തും പോണം. കരുനാഗപ്പള്ളി അവിടെയൊക്കെ നമ്മളിങ്ങനെ അല്ലാണ്ട് പോകുന്നതല്ലേ. പിന്നെ എവിടൊക്കെയാ പോകണ്ടേ? രാജ്യങ്ങളാണ് അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും. ഇന്ത്യയിൽ തന്നെ അല്ല, എല്ലായിടത്തും. എല്ലായിടത്തും എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയൊക്കെയാ? ഭൂമി ഫുള്ള് സ്ഥലങ്ങളിലാണ്. ആ, വേൾഡ് വൈഡ് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ. സൗത്ത് ആഫ്രിക്കയിലൊക്കെയാ? അവിടെ പോയാൽ കൊള്ളാവുന്നുണ്ട്. ആ, അവിടെ ആരെയും കാണാനൊന്നുമില്ല, അവിടെ ഒരു അങ്കിളുണ്ട്, വേറൊന്നുമില്ല. സ്വന്തം അങ്കിള്? അല്ലല്ല, വേറെ റിലേറ്റീവ്. അവസാനത്തെ ആഗ്രഹം എന്ന് പറയുമ്പോ നേരെ അച്ഛന്റെ അമ്മ അടുത്ത് ചോദിച്ചാൽ അവർക്ക് എന്തോ ആഗ്രഹം അതൊന്നും നടത്തി കൊടുക്കും, അത്രേ ഉള്ളൂ. എനിക്ക് ആഗ്രഹമൊന്നുമില്ല, സ്വന്തമായിട്ട് ആഗ്രഹം ഇല്ല. അവർ എന്ത് പറയുന്നോ അതൊന്ന് സാധിച്ചു കൊടുക്കണം. അല്ലല്ല, എന്തായാലും പേരൻസിന് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടായി കാണുമെന്നോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അവർക്ക്, അത് സാധിച്ചു കൊടുത്തേക്ക്. ഒരു ആഗ്രഹവും ഇല്ല? വേറെന്തോ ഏട്ടാ, വേറൊന്നും ചേട്ടാ, സന്തോഷമായിട്ട് ഒരു താറെടുക്കണം, ഒരു താറെടുക്കണം, അത്രേ ഉള്ളൂ. 4x4 അതെടുക്കണം. അല്ലാതെ എന്ന് പറയുമ്പോ അച്ഛനും അമ്മയും അത്രേ ഉള്ളൂ. ഈ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്താ? എന്റെ കുടുംബം നോക്കണം, അത് മാത്രമേ ഉള്ളൂ. വേറെന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? വേറെ പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളും. കുടുംബം നോക്കിയാൽ മാത്രം മതിയോ? എന്റെ മക്കളെയും എന്റെ വൈഫിനെയും നോക്കണം. എങ്ങനെ നോക്കണമെന്നാണ് പറയുന്നത്? ഞാൻ മരിക്കുന്നിടം വരെ അവർക്ക് നമ്മുടെ മുന്നിലുണ്ടാവണോ? ആ, ഓക്കെ, ശരി. ലോകം അവസാനിക്കാൻ പോകുന്ന അവസ്ഥ അങ്ങനത്തെ ചിന്തകളിൽ ഇപ്പൊ ഇല്ല. എന്നാലും പൊതുവായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കും, എന്തായിരിക്കും ചേട്ടൻ്റെ അവസാനത്തെ ആഗ്രഹം? അങ്ങനെയല്ല, ഉള്ളിടത്തോളം കാലം നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഒക്കെ തന്നെ ഉള്ള അവസാനം വരെ ഉണ്ടാവണമെന്ന്. ചുമ്മാ ഒന്ന് വിചാരിച്ചു, നാളെ അവസാനിക്കാൻ പോവുക, ഇപ്പൊ എന്തായിരിക്കും ചേട്ടൻ ചെയ്യുന്നത്? ആഗ്രഹം എന്തായിരിക്കും അവസാനത്തെ? നമുക്ക് ആഗ്രഹിക്കുമല്ലോ, ദൈവമേ അതുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ആഗ്രഹവും ഇല്ല. എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്നോ? അല്ല, നാളെ അവസാനിക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചല്ലേ ഇരിക്കുള്ളൂ. തീരുമല്ലേ? അല്ലെ, നാളെ തീരുമെന്നുള്ളപ്പോ നമ്മൾ അതിന്റെ ചിന്തയിലായിരിക്കുമല്ലോ. എന്നാലും എന്തെങ്കിലും ചെറിയൊരു ആഗ്രഹങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാമല്ലോ നാളെ തീരുമെന്ന്, അപ്പൊ നമ്മൾ അതിനെ കുറിച്ചല്ലേ ആലോചിക്കുള്ളൂ. ആയിരിക്കും. ഇപ്പൊ ഞാനൊരു വീട് വെച്ചോണ്ടിരിക്കുക, അതിനകത്ത് എന്തെങ്കിലും കിടക്കണമെന്നൊരു ആഗ്രഹം. ചിലപ്പോ നാളെ ആയിരിക്കും അവസാനിക്കുന്നത്. അപ്പൊ ചെറിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരുന്ന എന്തെങ്കിലും ആഗ്രഹം അങ്ങനല്ല ഇല്ലല്ലേ? മെയിനായിട്ട് ആ വീട് താൻ കയറി കിടക്കണോ, അത്രേ ഉള്ളല്ലേ? വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഇപ്പൊ. ഓക്കെ, ശരി. എല്ലാ രാജ്യങ്ങളും ഒന്ന് ചുറ്റിക്കാണണം, എല്ലാ രാജ്യങ്ങളും ചുറ്റിക്കാണണം. പിന്നെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, ഇതൊക്കെ അത് മാത്രമേ ഉള്ളൂ, ചുറ്റിക്കാണണം, അല്ലെ ഫാമിലി ആയിട്ട് പോകണം, അല്ലെ അങ്ങനൊന്നും ഇല്ല. മെയിനായിട്ടും ചുറ്റിക്കാണാം, അതല്ലേ? അതെ. ഇപ്പൊ അവസാനിക്കാൻ പോവാ. ഇപ്പൊ അവസാനിക്കാൻ പോവാ. എല്ലാവരും കുടുംബാക്കളുടെ ആൾക്കാരുടെ കൂടെ തന്നെ അവസാനിക്കാം. വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? വേറെ അങ്ങനെ ആഗ്രഹമില്ല, സ്വന്തമായിട്ടുള്ള ഇത് തന്നെ എല്ലാവരും കൂടെ മരിക്കുക. വേറൊന്നുമില്ല. ഞങ്ങൾ എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് എല്ലായിടവും ചുറ്റിക്കറങ്ങിയിട്ട് മരിക്കണം. അല്ല, വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് ലോകം അവസാനിക്കും, അല്ലാതെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. നല്ല അവസാനമായിട്ടൊരു ആഗ്രഹം തോന്നിയില്ല നമുക്ക്, അതുകൊണ്ടായിരുന്നെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ പോകുന്ന പോക്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇത് ചെയ്യാൻ പറ്റും. എന്നാലും ചെറുതായിട്ടുള്ളൊരു ആഗ്രഹം വല്ലതും ഉണ്ടോ? എന്തെങ്കിലും അല്ല, അത് തന്നെ അവസാനത്തെ ആഗ്രഹമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും പറയാനില്ല. ഇല്ല. ഓക്കെ, ശരി. പ്രത്യേകിച്ച് എവിടെയും കറങ്ങാൻ പോകണം, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ആഗ്രഹമുണ്ട്. ഇറങ്ങാൻ പോകണം, ഇന്ത്യ മുഴുവനും ഒന്ന് ഒറ്റയ്ക്ക് ഇറങ്ങണം. ഫാമിലി ആയിട്ട് പോകണമെന്നുള്ള? ഫാമിലിയായിട്ട് പോകല്ല, ഒറ്റയ്ക്ക് ഇറങ്ങണം. ഒറ്റയ്ക്ക് ഇറങ്ങണം എന്നുള്ള കാര്യമല്ലേ? അത് വലിയൊരു ആഗ്രഹമാണ്. ഓക്കെ, ശരി. അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട്. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ഗൈസ്.